ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇപ്പോൾ സമയം നട്ട പാതിരാത്രി. ഇപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് ഡാനിയും കൂടി ഫുഡ് അടിക്കാന്നുള്ളൊരു പ്ലാനും കൊണ്ട് പുറത്തിറങ്ങിയതാണ്. ഏകദേശം ഒരു 5-10 ഷോപ്പിൽ കയറി ഇറങ്ങി അവസാനം കണ്ടെത്തിയൊരു സ്പോട്ടാണ് ഹയാ കഫേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഈ സ്പോട്ട് തന്നെ തിരഞ്ഞെടുത്തത്. ഇവിടെ വന്ന് ഇവരുടെ മെനു നോക്കുമ്പോഴാണ് മനസ്സിലായത് ഒരുപാട് കോംബോ ഓഫേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇതാ പുറത്തേക്ക് കാണുന്ന ബോർഡർ കണ്ടിട്ടില്ലേ, ഇന്നത്തെ സ്പെഷ്യൽ ഓഫേഴ്സാണ്. ഷവർമ പ്ലസ് ഫ്രഷ് ലൈം 80, പിന്നെ 3 ഷേക്ക് വാങ്ങിയ ഒരു ഷേക്ക് ഫ്രീ, പിന്നെ അതേപോലെ തന്നെ ഫ്രൈഡിൽ ഒരുപാട് കോംബോസ് എല്ലാം അവൈലബിൾ ഉണ്ട്. എന്നാൽ പിന്നെ എന്തായാലും ഈ കഫേ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണ്ടേ. പിന്നെ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഐറ്റം ഷവർമ കാര്യങ്ങളൊന്നുമല്ല. ഡാനിക്ക് ഒരേ വാശി ഇന്ന് എന്തായാലും നല്ലൊരു ഫ്രൈഡ് ചിക്കൻ അടിക്കണം. അങ്ങനെ തപ്പിപ്പിടിച്ചെത്തിയത് നമ്മൾ ഹയാക്കിലേക്ക്. ഇവിടെ നോക്കുമ്പോൾ ഫ്രൈഡ് ചിക്കൻ ആണെങ്കിൽ നല്ല ഓഫേഴ്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇതാണ് അവരുടെ മെനു. ഇവിടെ സാൻഡ്വിച്ച്, ഷവർമ, ടിക്ക റോള്, ബർഗർ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വന്ന് ഫ്രൈഡ് ചിക്കന് വേണ്ടിയിട്ടാണ്. ഫ്രൈഡ് ചിക്കനിലാണെങ്കിലും 6 പീസ് കോംബോ, 10 പീസ് കോംബോ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ മറ്റൊന്നും ആലോചിക്കില്ല, ഒരു 6 പീസ് കോംബോ അങ്ങ് ഓർഡർ ചെയ്തു. അതിന് 195 റുപ്പീസാണ് വരുന്നത്. ഇവനാണ് ഞാൻ പറഞ്ഞ ആൾ, ഡാനി. നട്ട പാതിരാത്രി വാ ഫുഡ് കഴിക്കാൻ പറഞ്ഞപ്പോൾ വാടാ പോവാന്ന് പറഞ്ഞ് ഒപ്പം വന്ന മനുഷ്യനാണ് ഇവൻ. അവനെ പറഞ്ഞ കാര്യമില്ല, അവൻ്റെ വർക്കിംഗ് ടൈം നൈറ്റ് ഷിഫ്റ്റാണ്. മാത്രമല്ല വ്ളോഗ് എടുക്കാൻ പറഞ്ഞപ്പോൾ അവനൊരേ സപ്പോർട്ട്. ടേസ്റ്റാ തന്നെ എന്തിനാണ് ഓഫറുള്ള ഫ്രൈഡ് ചിക്കൻ എന്തെല്ലാം ഓഫറുള്ള മെനുവിൽ കാണുന്ന എല്ലാ ഓഫറും ഇവിടെ അവൈലബിൾ ആണ്. എന്താ ഓർഡർ ചെയ്തേ? മെനുവിൽ കാണുന്ന എന്തോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. എന്നാലും ഡബിൾ മീൽ, ചിക്കൻ, ബോസ്, പിന്നെ 2 മൊജിറ്റോ. എത്ര റേറ്റ് വരുന്നത്? റേറ്റ് എത്ര വരുന്നത്? 195. വേറൊന്നും ട്രൈ ചെയ്യുന്നില്ല? ഷവർമയൊന്നും ഫസ്റ്റ് ഒന്നും നോക്കുന്നില്ല? എങ്ങനെയുണ്ട്? ഓക്കെ, അങ്ങനെ 10 മിനിറ്റ് വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ 6 പീസ് കോംബോ ഫ്രൈഡ് ചിക്കൻ എത്തിയിട്ടുണ്ട്. ഇനി ഇത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള ഒപ്പീനിയൻ നമ്മളെ ഡാനി കുട്ടൻ പറയുന്നതാണ്. ഓക്കെ ഡാനി, കഴിച്ചിട്ട് അഭിപ്രായം പറയൂ. നല്ല ചൂടുണ്ട്. നല്ല ക്രിസ്പിയാണ്. എന്ത് പറഞ്ഞ് പറയിപ്പിച്ചാൽ തോന്നിയേ ഇല്ല. നല്ലതാണ്, ക്രിസ്പി അല്ലേ? ബാക്കി എൻ്റെ ഒപ്പീനിയൻ നല്ലതാണ്, ക്രിസ്പിയാണ്, നല്ല ചൂടുണ്ട്. ഇപ്പോൾ ചൂടോടെ എടുത്തോണ്ടാടാ. ബാക്കി എല്ലാവരും പറയുന്നതല്ല ഈ ജ്യൂസി അങ്ങനെയൊന്നും പറയില്ല. അതൊന്നും എനിക്കറിയില്ല പറയാം, പക്ഷേ പൈസക്ക് കൊടുത്താൽ. അപ്പോൾ അവൻ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ഡീസൻറ്റ് ഫ്രൈഡ് ചിക്കൻ തന്നെയാണ്. ഇവിടെ കൊടുക്കുന്ന പൈസക്ക് എന്തായാലും വർത്തായിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ തന്നെയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുടിച്ച അഭിപ്രായം പറയും. ഒഫീഷ്യൽ ഫുഡ് റിവ്യൂ നല്ലതാണ്, കാര്യമാണ്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ ആപ്പിളാണ്. അപ്പോൾ ഈ കാണുന്നതുള്ള ഗ്രീൻ ആപ്പിൾ മൊജിറ്റോ ആണ്. ഇതും വർത്ത് ഫോർ മണിയാണ്. 60 റുപ്പീസാണ് മൊജിറ്റോ വരുന്നത്. നല്ല അടിപൊളി ഡീസൻറ്റ് മൊജിറ്റോ തന്നെയാണ്. സോ അത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. അപ്പോൾ നമ്മൾ ഈ 2 ഐറ്റംസ് കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഹയാ കഫേ വരുന്ന ലൊക്കേഷൻ നമ്മൾ അമ്പലത്തിങ്കര പള്ളി എത്തുന്നതിന് തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സ്പോട്ട് വരുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.